ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഒരു പിക്ചർ സ്റ്റോറിയാണ്. ഹെൽപ്പിംഗ് ക്ലൗഡ് എന്നാണ് ഈ ഒരു പിക്ചർ സ്റ്റോറിയുടെ പേര്. ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സഹായിക്കുക അല്ലേ. ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേഘം. അപ്പോൾ ഹെൽപ്പിംഗ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സഹായിക്കുന്ന മേഘം. ഇവിടെ കൊടുത്തിട്ടുള്ള പിക്ചറിൽ നമുക്കൊരു മേഘത്തിനെ കാണാനായിട്ട് പറ്റുന്നില്ലേ? ആ മേഘം ഭൂമിയിലുള്ള പലതിനെയും സഹായിക്കുന്നതായിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് വരാം. ഫസ്റ്റ് പിക്ചർ നോക്കിയാൽ നമ്മൾ എന്താണ് കാണുന്നത്? സ്മൈൽ ചെയ്ത് നിൽക്കുന്ന ഒരു ക്ലൗഡിനെ അല്ലേ, ഒരു മേഘത്തിനെ കാണുന്നുണ്ട്. താഴെ തുമ്പിയും അതേപോലെ എന്താണ് ട്രീസും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എ ക്ലൗഡ് റോൾഡ് അലോങ് മെർലി ഇൻ ദ സ്കൈ. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘമാണ്, നമുക്കറിയാം അല്ലേ. റോൾഡ് മീൻസ് ഇവിടെ ഇങ്ങനെ ഉരുണ്ട് പോവുക. എലോങ് മെർലി, മെർലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പിലി അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി. ഇൻ ദ സ്കൈ, സ്കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം അല്ലേ. അപ്പോൾ ഒരു മേഘം അല്ലെങ്കിൽ ഒരു മഴമേഘം ആകാശത്തിലൂടെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഉരുണ്ട് പോകുന്നുണ്ട്. ഇറ്റ് ഡാൻസ്ഡ് വിത്ത് ദ സൺ സോ ഹൈ. അതെന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനോടൊപ്പം. സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനല്ലേ. അപ്പോൾ സൂര്യനോടൊപ്പം ആകാശത്ത് ഒരുപാട് എന്താണ് മുകളിലായിട്ട്, സോ ഹൈ, ഒരുപാട് മുകളിലായിട്ട് സൂര്യനോടൊപ്പം ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മെയ്ഡ് എ ഷാഡോ ബിലോ. അതിൻ്റെ ഒരു ഷാഡോ എന്ന് പറഞ്ഞാൽ നിഴലാണ്. നിഴൽ ബിലോ, താഴെ കാണാം, അതായത് ഭൂമിയിൽ കാണുന്നുണ്ട് ആ ഒരു മേഘത്തിൻ്റെ നിഴൽ. ഓക്കെ, രണ്ടാമത്തെ പിക്ചർ നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഒരു മയിലിനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. പീക്കോക്കിനെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ മേഘമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം പീക്കോക്ക് എന്താണ് മേഘത്തിനോട് പറയുന്നത്. മൈ ഫെദേഴ്സ് ആർ ഡസ്റ്റി. ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൂവലുകൾ അല്ലേ. ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊടി. അപ്പോൾ മൈ ഫെദേഴ്സ് ആർ ഡസ്റ്റി, എൻ്റെ തൂവലുകളൊക്കെ എന്താണ്? പൊടി പിടിച്ചിട്ടുണ്ട്. വൈ ഡോണ്ട് യു റെയിൻ. എന്തുകൊണ്ടാണ് നീ മഴ കൊണ്ടുവരാത്തത് എന്ന് ആരോട് ചോദിക്കുകയാണ്? മേഘത്തോട് ചോദിക്കുകയാണ് പീക്കോക്ക്. ദ പീക്കോക്ക് ക്രൈഡ്. പീക്കോക്ക് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, മേഘത്തോട് പരാതി പറയാണ്, നിനക്കൊന്ന് മഴ പെയ്തൂടെ അല്ലെങ്കിൽ മഴ കൊണ്ടുവന്നൂടെ എന്ന്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കണ്ട പിക്ചറിൽ മേഘത്തിനൊരു ഹാപ്പി ആയിട്ടുള്ള ഫേസാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇനി കാണാൻ പോകുന്ന പിക്ചറിലും നമ്മളിപ്പോൾ പീക്കോക്കിൻ്റെ പിക്ചറിലും കണ്ടു എന്താണ്? ആ മേഘത്തിൻ്റെ ഫേസ് വളരെ സാഡാണ്. കാരണം എന്താണ്? പീക്കോക്ക് എന്താണ്? ക്ലൗഡിനോട് പരാതി പറയുകയാണ് അല്ലേ. ഇനി ബാക്കിയുള്ള പിക്ചേഴ്സിൽ ആരൊക്കെയാണ് പരാതി പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത പിക്ചറിൽ നമ്മൾ കാണുന്നത് ഒരു പൂളാണ്. പൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുളം അല്ലേ. കുളത്തിൽ വെള്ളമില്ല അല്ലേ, വെള്ളം വളരെ കുറവാണ്. ഫിഷും വളരെ സാഡാണ് അല്ലേ. ഫിഷിൻ്റെ ഫേസ് കണ്ടാൽ നമുക്കറിയാം. അതേപോലെ എന്താണ്? മേഘത്തിനോട് ഫിഷാണ് ഇവിടെ പരാതി പറയുന്നത്. നോക്കാം. ദ പൂൾ ഇസ് ഡ്രൈ, പ്ലീസ് റെയിൻ, ഐ നീഡ് മോർ വാട്ടർ, ദ ഫിഷ് ബാക്ട്. അപ്പം എന്താണ് മീൻ എന്താ പറയുന്നത്? ദ പൂൾ ഇസ് ഡ്രൈ, അതായത് കുളം വറ്റി വരണ്ടിട്ടുണ്ട്. പ്ലീസ് റെയിൻ, ഒന്ന് മഴ പെയ്തുകൂടെ, അല്ലെങ്കിൽ മേഘത്തിനോട് ചോദിക്കുകയാണ് ഒന്ന് മഴ കൊണ്ടുവന്നുകൂടെ. ഐ നീഡ് മോർ വാട്ടർ, എനിക്ക് ഇതിലും കൂടുതൽ വെള്ളം ആവശ്യമാണ്. കാരണം എന്താണ്? പൂള് ഡ്രൈ ആണ് അല്ലേ. അപ്പം നിറയെ വെള്ളം ഉണ്ടെങ്കിലേ ഫിഷ് ഹാപ്പി ആവുള്ളൂ. അപ്പോൾ ഫിഷ് പറയുകയാണ് എനിക്ക് ഇനിയും കുറേ കൂടെ വെള്ളം വേണം, അതുകൊണ്ട് നിനക്കൊന്ന് മഴ പെയ്യിച്ചുകൂടെ എന്ന് മേഘത്തോട് പറയണം. ദ ഫിഷ് ബാഗ്ഡ്. ബാഗ്ഡ് മീൻസ് എന്താണ്? യാചിച്ചു. ഓക്കെ, ഇങ്ങനെ യാചിച്ചുകൊണ്ട് പറയുകയാണ് ഒന്ന് മഴ പെയ്യിപ്പിക്കൂ എന്ന്. ഓക്കെ, അടുത്ത പിക്ചറിൽ നമ്മൾ കാണുന്നത് കർഷകനെയാണ്. പക്ഷേ കർഷകൻ നിൽക്കുന്ന സ്ഥലത്തൊന്നും എന്താണ്? വിളകളൊന്നുമില്ല അല്ലേ. മഴ പെയ്യാത്തത് കൊണ്ടൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിന് പരാതി പറയുകയാണ് മേഘത്തോട് കർഷകൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. മൈ ക്രോപ്സ് ആർ ഡൈയിങ്, പ്ലീസ് റെയിൻ, ദ ഫാർമർ പ്ലീഡഡ്. പ്ലീഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാചിക്കുകയാണ് കേട്ടോ. മൈ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിളകൾ. ആർ ഡൈയിങ്, അപ്പം എൻ്റെ വിളകളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് റെയിൻ, ഒന്ന് മഴ പെയ്യിക്കൂ എന്ന് മേഘത്തോട് ഫാർമർ യാചിക്കുകയാണ് ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണുന്ന പിക്ചറിൽ ഒരു കുട്ടി മേഘത്തോട് പരാതി പറയുന്നതാണ്. കുട്ടീൻ്റെ പേരെന്താണെന്നും അവൻ്റെ പരാതി എന്താണെന്നും നോക്കാം. പോൺസ് ആൻഡ് ലേക്സ് ആർ എംപ്റ്റി, ഇഫ് യു റെയിൻ ഐ വിൽ സെയിൽ പേപ്പർ ബോട്ട്സ്, സോനു സെറ്റ്. അപ്പം എന്താണ് കുട്ടിയുടെ പേര്? സോനു എന്നാണ്. ഓക്കെ,
ആ കുട്ടി എന്താ പറയുന്നത്? പോൺസ് ആൻഡ് ലേക്സ് ആർ എംപ്റ്റി. പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളങ്ങളാണ്, ലേക്സ് എന്ന് പറഞ്ഞാൽ തടാകങ്ങൾ. അപ്പം എന്താണ്, കുളങ്ങളും തടാകങ്ങളും ഒക്കെ എംപ്റ്റി ആണ്. എംപ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ഒന്നുമില്ല, വെള്ളമില്ല, വറ്റി വരണ്ട് കിടക്കുകയാണ് തടാകങ്ങളും അതേപോലെ കുളങ്ങളും ഒക്കെ. ഇഫ് യു റെയിൻ, നീ മഴ പെയ്യുകയാണെങ്കിൽ ഐ വിൽ സെയിൽ പേപ്പർ ബോട്ട്സ്, ഞാൻ എന്ത് ചെയ്യും, പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കി അതിലൂടെ ഒഴുക്കി വിടും. സെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, കപ്പലിങ്ങനെ അല്ലെങ്കിൽ പേപ്പർ ബോട്ട്സ് ഇങ്ങനെ ഒഴുക്കി വിടുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് സോനുവിൻ്റെ പരാതി. എന്താണ്, നീ മഴ പെയ്യിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് എന്താണ് പേപ്പർ ബോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെള്ളത്തിലൂടെ ഒഴുക്കി വിടാമായിരുന്നു എന്ന് പറയുകയാണ്. ഇനി നെക്സ്റ്റ് എന്താ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത പിക്ചറിൽ നമ്മൾ കാണുന്നത് സ്മൈൽ ചെയ്യുന്ന ഒരു മേഘത്തിനെയാണ് അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഐ എം ഓൺ ദ വേ, ദ ക്ലൗഡ് സ്മൈൽഡ്. അപ്പോൾ എന്താണ്, എല്ലാവരുടെയും യാചനയും അപേക്ഷയൊക്കെ കേട്ടിട്ട് മഴ പെയ്യാൻ പോവാണ് അല്ലേ. മഴ പെയ്യുന്ന പിക്ചറാണ് നമ്മൾ കാണുന്നത്, പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പം മഴ പെയ്യുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം മേഘം എന്താ പറയുന്നത്, ഫ്രണ്ട്സ്, കൂട്ടുകാരെ, ഐ എം ഓൺ ദ വേ, ഞാൻ എന്താ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ക്ലൗഡ് സ്മൈൽഡ്, ആ ഒരു മേഘം പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്. ഓക്കെ, ഇനി അങ്ങോട്ട് എല്ലാവരും ഹാപ്പി ആവാൻ പോവുകയാണ്. ഫസ്റ്റ് പിക്ചർ തന്നെ നോക്കിയേ. ദ പീകോക്ക് സ്പ്രെഡ് ഇറ്റ്സ് പ്രിറ്റി ഫെതേഴ്സ് ആൻഡ് ഡാൻസ്ഡ് ഇൻ ജോയ്ഫുൾ റിതം. അപ്പോൾ മഴ പെയ്തു, പീകോക്ക് ആ ഒരു മഴയത്ത് ഡാൻസ് ചെയ്യുന്ന പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ദ പീകോക്ക് സ്പ്രെഡ് ഇറ്റ്സ് പ്രിറ്റി ഫെതേഴ്സ്, എന്താ ചെയ്തത്, പീകോക്ക് അതിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള പീലികൾ അങ്ങനെ വിടർത്തി. ആൻഡ് ഡാൻസ്ഡ് ഇൻ ജോയ്ഫുൾ റിതം, എന്നിട്ട് റിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താളം, ഒരു താളത്തിൽ നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ ഡാൻസ് ചെയ്യുകയാണ്. അതാണ് ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത പിക്ചർ നോക്കിയേ. ദ പോണ്ട് വാസ് ഫിൽഡ് വിത്ത് റെയിൻ, ദ ഫിഷ് വാസ് ഹാപ്പി. അപ്പോൾ എന്താണ്, ആ ഒരു കുളം വറ്റി വരണ്ട് കിടന്നിരുന്ന ആ ഒരു കുളം മഴ പെയ്ത് നിറഞ്ഞിട്ടുണ്ട്. ദ പോണ്ട് വാസ് ഫിൽഡ് വിത്ത് റെയിൻ, ദ ഫിഷ് വാസ് ഹാപ്പി. അങ്ങനെ ആ ഒരു കുളത്തിലുള്ള മീനും ഹാപ്പിയായി, സന്തോഷത്തോടു കൂടി കുളത്തിലൂടെ ഒരുപാട് വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തി കളിക്കുകയാണ് മീൻ അല്ലേ. അപ്പം ഫിഷും ഹാപ്പിയായി എന്ന് പറയുകയാണ്. നെക്സ്റ്റ് പിക്ചർ നോക്കിയേ. ആരാണത്, ഫാമറാണ് അല്ലേ, കർഷകനാണ്. കർഷകനും വളരെ ഹാപ്പിയാണ് അല്ലേ. ദ ഫാർമർ വാക്ക്ഡ് ത്രൂ ദ മഡി ഫീൽഡ്സ്. അപ്പം ഫാർമർ എന്താ ചെയ്യുന്നത്, ആ ചെളി നിറഞ്ഞ, മടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെളിയാണ്, ചെളി നിറഞ്ഞ ആ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വയൽ അല്ലേ. വയലിലൂടെ അങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. എന്നിട്ടോ ഹി ഹാപ്പിലി സ്റ്റാർട്ടഡ് പ്ലാന്റിങ് പാടി. എന്നിട്ട് അദ്ദേഹം നെല്ല് അല്ലെങ്കിൽ ഞാറ് നടാൻ തുടങ്ങുകയാണ്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ മഴ വന്നപ്പോൾ മഴ വേണം അല്ലേ, കൃഷിക്ക് വെള്ളം വേണം, വെള്ളം അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാർമർ വളരെ ഹാപ്പിയാണ്. അദ്ദേഹത്തിൻ്റെ ചെളി നിറഞ്ഞ ആ ഒരു വയലിലൂടെ നടക്കുകയും അതേപോലെ നെല്ല് അല്ലെങ്കിൽ ഞാറ് വളരെ സന്തോഷത്തോടു കൂടി നടാനായിട്ട് ആരംഭിക്കുകയും ചെയ്യുകയാണ്. നെക്സ്റ്റ് പിക്ചറിൽ നമ്മൾ കാണുന്നത് സോനുവിനെയും അവൻ്റെ ഫ്രണ്ട്സിനെയുമാണ്. അവരും വളരെ ഹാപ്പിയാണ് അല്ലേ മഴ പെയ്തപ്പം. സോനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് പ്ലേയിങ് ഇൻ ദ പഡിൽസ്. പഡിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളാണ്. അപ്പം സോനുവും അവൻ്റെ ഫ്രണ്ട്സും കൂടെ ആ വെള്ളക്കെട്ടിൽ ഇങ്ങനെ കളിക്കുകയാണ്. ഓക്കെ, സ്പ്ലിഷ് സ്പ്ലാഷ് സ്പ്ലോഷ്, അത് വെള്ളം തെറിപ്പിക്കുന്നതിൻ്റെയൊക്കെ ശബ്ദമാണ്. ദേ ജംപ്ഡ് ആൻഡ് ലീപ്ഡ് വിത്ത് ചെയർഫുൾ ഷൗട്ട്സ്. അവരെങ്ങനെ സന്തോഷത്തോടു കൂടി ആ ഒരു വെള്ളത്തിൽ ചാടി തുള്ളി കളിക്കുകയാണ്. ഓക്കെ, അവസാനത്തെ പിക്ചർ എന്താണ് പറയുന്നത്, ദ ക്ലൗഡ് ഫിൽഡ് എവറിബഡീസ് ഹാർട്ട് വിത്ത് ജോയ്, ഇറ്റ് മൂവ്ഡ് ഓൺ. ആ ഒരു മേഘം അല്ലെങ്കിൽ മഴമേഘം എല്ലാവരുടെയും ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറച്ചതങ്ങ് പോയി. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ ഒരു പിക്ചർ സ്റ്റോറി എന്ന് പറയുന്നത്. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്, ഡ്രോ ആൻഡ് ഡിസ്ക്രൈബ്. അപ്പോൾ ഇനി അടുത്തത് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഇവിടെ ഒരു ചിത്രം വരച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ സ്റ്റോറി തന്നെയായിരുന്നു ഇത്. പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് എന്താ കാര്യം എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് അല്ലേ. അപ്പം വളരെ ഹാപ്പി ആയിട്ട് തുടങ്ങിയൊരു സ്റ്റോറി ഹാപ്പി ആയിട്ട് തന്നെയാണ് എൻഡ് ചെയ്യുന്നതും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഈ ഒരു
ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ക്ലാസ് 4 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ലെസൺസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ.